നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കേരള പ്രവാസി ഫെഡറേഷൻ സമരസന്ദേശ വാഹന പ്രചരണ ജാഥ അഞ്ചലിലെത്തി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തിരക്കേറിയ അഞ്ചൽ പുനലൂർ പാതയിൽ ആവശ്യത്തിന് സൂചനാ ബോർഡുകളില്ല. അപകടകരമായ നിരവധി വളവുകളുള്ള പാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള പ്രവാസി ഫെഡറേഷൻ സമരസന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ സുപ്രധാന യോഗം വിളിച്ചു ചേർത്തു. അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല വീണ്ടും വായനയുടെ ലോകത്തേക്ക്. നടപടി ADV ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന്. തേർഡ് ഐ ക്രിയേഷന്റെ ബാനറിൽ വിജേഷ് പി വിജയൻ സംവിധാനം ചെയ്ത സിനിമ ത്രികോണം ഞായറാഴ്ച അഞ്ചലിൽ പ്രദർശിപ്പിക്കും. വാർത്തകൾ വിശദമായി. തിരക്കേറിയ അഞ്ചൽ പുനലൂർ പാതയിൽ ആവശ്യത്തിന് സൂചനാ ബോർഡുകളില്ല. അപകടകരമായ നിലയിൽ നിരവധി വളവുകളുള്ള പാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അഞ്ചൽ പുനലൂർ റോഡിലെ കൊടുംവളവുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. അഞ്ചൽ മുതൽ പുനലൂർ വരെയുള്ള 9 കിലോമീറ്റർ ദൂരയളവിൽ 10ഓളം അപകട ഭീഷണിയുള്ള വളവുകളാണുള്ളത്. എന്നാൽ ഇവിടെ ആവശ്യത്തിന് സൂചനാ ബോർഡുകളില്ല. ആകെയുള്ളത് 2 ബോർഡുകൾ മാത്രം. അവയുടെ അവസ്ഥയോ വളവുകൾക്കെതിരായി തിരിഞ്ഞ് കാട് കയറി നിൽക്കുന്ന രീതിയിലും. ദിനംപ്രതി ഈ പാതയിൽ അപകടങ്ങൾ ഏറി വരികയാണ്. റോഡിന് വീതി കുറഞ്ഞതും വാഹനങ്ങളുടെ തിരക്കേറിയതും ഇതിന് കാരണമാകുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ റോഡിലെ വളവിന് സമീപത്ത് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, ആകെയുള്ള ബോർഡുകൾ കാട് കയറി നശിക്കുന്ന അവസ്ഥയിലുമാണ്. തുണിക്കടകൾ, ജുവലറികൾ, രാഷ്ട്രീയ നേതാക്കളുടെ ഫ്ലെക്സ് ബോർഡുകൾ തുടങ്ങിയവയ്ക്ക് ധാരാളം ഇടങ്ങളിൽ സ്ഥാനം പിടിച്ച ഈ പാതയിൽ ആവശ്യത്തിന് സുരക്ഷാ ബോർഡുകൾ ഇല്ലാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള പ്രവാസി ഫെഡറേഷൻ സമര സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. കേരള പ്രവാസി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജു MLA ജാഥ ക്യാപ്റ്റനായ കേരള പ്രവാസി ഫെഡറേഷൻ സമര സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. കേരളത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമര സന്ദേശ വാഹന പ്രചരണ ജാഥ നടക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് വേണമെന്നില്ല, കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ പണിയെടുത്തിട്ട് 2 വർഷക്കാലം പണിയെടുത്തിട്ട് ഇപ്പോൾ കേരളത്തിൽ വന്ന് ജീവിച്ചാലും അയാൾ പ്രവാസിയായിട്ട് അംഗീകരിക്കാം. ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കണം. ആ പ്രവാസി ക്ഷേമനിധി ഒരു ശുദ്ധ തട്ടിപ്പായി മാറിയിരിക്കുന്നു. അവിടെ ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല. പ്രവാസി ക്ഷേമനിധിയിൽ ഒരാൾ അംഗമാകണമെങ്കിൽ പോലും 55 വയസ്സിന് പ്രായമുള്ളവർക്ക് ക്ഷേമനിധിയിൽ അംഗത്വമില്ല. എന്നാൽ ഇതുവരെ ആ അമെന്റ്മെന്റ് കൊണ്ടുവരാനോ 60 വയസ്സ് ആയി ഉയർത്താനോ തയ്യാറായിട്ടില്ല. 1. 2, പ്രവാസികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, പെൻഷൻ, നമുക്കുള്ള ക്ഷേമനിധിയിൽ, മറ്റ് ക്ഷേമനിധിയിലെല്ലാം ക്ഷേമനിധി പ്രവർത്തനം നടത്തുന്ന ആളുകളെല്ലാം ഇരിക്കുന്നുണ്ട്. കർഷക തൊഴിലാളി പെൻഷനായാലും അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാലും ഏതും ആ ക്ഷേമനിധിയിലെല്ലാമുള്ള അംശാദായം എത്രയാണ്? 10 രൂപ അല്ലെങ്കിൽ 15 രൂപ അല്ലെങ്കിൽ 20 രൂപ. എന്നാൽ പ്രവാസികൾ അടയ്ക്കേണ്ടുന്ന അംശാദായം പ്രവാസികൾ അല്ലാത്ത ആളുകൾ അറിഞ്ഞിരിക്കണം. 100 രൂപയാണ് ഓരോ മാസവും അടയ്ക്കേണ്ടത്. ഗൾഫുകാരനുണ്ടെങ്കിൽ തീർന്നു, അവന് പിന്നെ ഒരു ആനുകൂല്യമില്ല. അവന് പശുവുമില്ല, അവന് ആടുമില്ല, മറ്റാനുകൂല്യങ്ങളുമില്ല, വീടുമില്ല. അതാണ് സ്ഥിതി. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെങ്കിലേ മതിയാവും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാകണം. കേരളത്തിലെ UDF ഗവൺമെന്റ് നിരന്തരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു എങ്കിൽ പോലും ആ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ തയ്യാറാകില്ല. ഗവൺമെന്റ് അടിയന്തരമായി ആ കാര്യത്തിൽ ഇടപെടണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നയത്തിൽ മാറ്റം വരുത്തണം. പ്രവാസികൾക്ക് അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകണം. അവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസ പദ്ധതി ഇവിടെ നടപ്പിലാക്കണം. അവർക്ക് ക്ഷേമനിധി കാര്യക്ഷമമായി നടത്താൻ തയ്യാറാക്കണം.
ഈ പ്രായപരിധി ക്ഷേമനിധിയിൽ ചേരുന്നതിനുള്ള പ്രായപരിധി അത് 60 വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1 തീയതികളിൽ കൊല്ലം ജില്ലയിൽ ജാഥാപ്രകടനം നടക്കും. വെള്ളിയാഴ്ച അഞ്ചലിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം സലീം, CPI അഞ്ചൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലെനു ജമാൽ, NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K അനിമോൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, പ്രവാസി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് ഉസൈദ്, രവികുമാർ, ലിനു ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ സുപ്രധാന യോഗം വിളിച്ചു ചേർത്തു. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് ഐ കമ്മിറ്റി ഭാരവാഹികൾ, DCC അംഗങ്ങൾ, മുൻ മണ്ഡലം പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പോഷക സംഘടനകളുടെ നിയോജക മണ്ഡലം ഭാരവാഹികൾ എന്നിവരുടെ സുപ്രധാന യോഗമാണ് അഞ്ചൽ VVTM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. അവരാണ് വിശ്വാസികളായ ചിന്താശക്തിയുമായി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരേണ്ട വോട്ടർമാരെ പോലെ നിൽക്കുന്ന ആളുകളെ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത്. അത് കുറ്റപ്പെടുത്തുവാനല്ല, പക്ഷെ പാർട്ടിക്ക് ഫലപ്രദമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആ വിഭാഗം ആളുകളെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, പാർട്ടി പ്രോഗ്രാം അറിയുന്നതിന്, അവരെ അറിയിക്കുന്നതിന് എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ പങ്കാളിത്തം അനിവാര്യം. അതിന് മണ്ഡലം പ്രസിഡന്റുമാർ നിർബന്ധമായും ആ നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ളത്. ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ പാർട്ടി പ്രോഗ്രാം പറഞ്ഞതാണ്. ഇപ്പോൾ അല്ലാത്ത കുറേ ആളുകളൂടെ വന്നിട്ടുണ്ട്. അതോടെ ഞാൻ പറയുന്നു, നമ്മുടെ പാർട്ടിയുടെ നിയോജകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ലീഡേഴ്സ് യോഗം 17-ാം തീയതി കഴിഞ്ഞുവെങ്കിൽ ഇന്നിപ്പോൾ 20 തൊട്ട് ഈ ജൂലൈ 20 തൊട്ട് ബ്ലോക്ക് സമ്മേളനം നടക്കുകയാണ്. ഈ ബ്ലോക്ക് സമ്മേളനം ആഗസ്റ്റ് 1 കൊണ്ട് തീരും. ആഗസ്റ്റ് 1 കൊണ്ട് തീർന്നാൽ ആഗസ്റ്റ് 3 മുതൽ 9 വരെ തീയതികളിൽ മണ്ഡലം വിപുലമായ സമ്മേളനം നടക്കണം. DCC പ്രസിഡന്റ് V സത്യശീലൻ, പുനലൂർ മധു XMLA, KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കുളത്തൂപ്പുഴ ലത്തീഫ്, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, ഷീല സത്യൻ, DCC സെക്രട്ടറിമാരായ കെട്ടിടത്തിൽ സുലൈമാൻ, ചാമക്കാല പ്രഭാകരൻ പിള്ള, കരിക്കത്തിൽ പ്രസേനൻ, A സക്കീർ ഹുസൈൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തിങ്കൾ നീലാവോ തങ്കത്ത
100% 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. അഗസ്ത്യകോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല വീണ്ടും വായനയുടെ ലോകത്തേക്ക്. നടപടി ADV ന്യൂസ് വാർത്തയെ തുടർന്ന്. രാഷ്ട്രീയ ഇടപെടൽ മൂലം കഴിഞ്ഞ 4 വർഷമായി പൂട്ടിക്കിടന്ന അഗസ്ത്യകോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല പഴയകാല പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുന്നു. കഴിഞ്ഞ ദിവസം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P. കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പുതിയ ഭരണസമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നിമിഷകവി അഞ്ചലാർ വേലുപ്പിള്ളയും ആർച്ചൽ സ്വദേശി സാമൂഹ്യ നവോത്ഥാന നായകനുമായ വേലുപ്പിള്ളയും ചേർന്ന് നാട്ടിലെ ചെറുപ്പക്കാരെ കൂട്ടുപിടിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചാണ് 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അഞ്ചലിലെ ആദ്യ ഗ്രന്ഥശാലയായ അഗസ്ത്യകോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല സ്ഥാപിച്ചത്. വേലുപ്പിള്ളമാരുടെ നേതൃത്വത്തിൽ നാട്ടിലെ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി നായർ യുവജന സമാജം സ്ഥാപിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആരാധനാലയമായ ഭജനമഠത്തോടൊപ്പമാണ് ഈ ഗ്രന്ഥശാലയും ആരംഭിച്ചത്. പാക്ഷി ലക്ഷ്മണശാസ്ത്രി എന്ന് പറയുന്ന രാമേശ്വരൻ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയുടെ വീട്ടിൽ സൗജന്യം പഠിക്കാൻ പോയത് ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണ്. ഖുർആനും പഠിച്ചതിന് ശേഷം രാമേശ്വരൻ ക്ഷേത്രത്തിലെ പ്രസാദവും മേടിച്ചിട്ടുകൊണ്ടാണ് സ്കൂളിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പഠിച്ച പാഠത്തിനൊപ്പം ബൈബിളും കൂടിയാണ് പഠിച്ചത്. ഈ ത്രിവേണി സംഗമമാണ് ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കൾ രഹസ്യമായിട്ടാണെങ്കിലും കലാം അയ്യർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചു പോകുന്നത്. ജീവിതത്തിൽ അവസാനം വരെ അദ്ദേഹം വെജിറ്റേറിയനായി. ചെറിയ സ്വപ്നങ്ങൾ വെച്ച് സൂക്ഷിച്ച ആളല്ല. സ്വപ്നം കാണാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാണ്. യുവാക്കളിൽ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയാണ്. അവസാന നിമിഷവും അങ്ങനെ പറഞ്ഞാണ് വരുന്നത്. ചെറിയ സ്വപ്നങ്ങൾ പാപമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കമന്റ്. അതിനകത്ത് വിവിധ കക്ഷികളിൽപ്പെട്ടവർ മാനസികമായിട്ടോ അല്ലാതെയൊക്കെയുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും നമ്മളാരും ചോദിക്കാനും പറയാനും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇനിയൊട്ട് ആഗ്രഹിക്കുന്നതുമില്ല. മാന്യവും നീതിപൂർവമായ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില തൽപര കക്ഷികൾ ഉണ്ട്. അവരുടെ കടന്നുകയറ്റമോ അതോടൊപ്പം തന്നെ അവരുടെ ചില താല്പര്യങ്ങൾ ഇതിനകത്ത് സംരക്ഷിക്കപ്പെടാമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾ കടന്നുകൂടിയാൽ അത് മാറ്റി നിർത്തത്തക്ക രീതിയിലുള്ള സാഹചര്യം നമ്മൾ രൂപാന്തരപ്പെടുത്തി എടുക്കുകയും ചെയ്യും. ഗ്രന്ഥശാലയും ആരാധനാലയം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന പ്രത്യേകതയും ഇതിനെ മറ്റ് ഗ്രന്ഥശാലകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നു. ഭക്തിയോടൊപ്പം വായനയും അതിൻ്റെ പരമോന്നതിയിലെത്തിയപ്പോൾ ഭജനമഠവും ഗ്രന്ഥശാലയും 2 പ്രസ്ഥാനങ്ങളായി മാറി. 2008 ഗ്രന്ഥശാലയ്ക്ക് സമീപമുള്ള അഗസ്ത്യകോട് മൈതാനിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം വിപുലപ്പെടുത്തി. ഗ്രന്ഥശാലയോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭജനമഠമാണ് കേരളത്തിലെ ആദ്യത്തെ ദശാവതാര മഹായാഗത്തിലൂടെ പ്രശസ്തമായ അഗസ്ത്യകോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രമായി ഇന്ന് അറിയപ്പെടുന്നത്. റിട്ടേണിംഗ് ഓഫീസർ ഗ്രീഷ്മ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 11 ഭരണസമിതിയിൽ നിന്നും പ്രസിഡന്റായി KB പ്രതീഷ് കുമാറിനെയും സെക്രട്ടറിയായി M ജിനേഷ് കുമാറിനെയും വൈസ് പ്രസിഡന്റായി അരുൺ C പിള്ളയെയും ജോയിന്റ് സെക്രട്ടറിയായി S സുധിയെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M അനീഷ് കുമാർ, മായ വേണു, രഞ്ജു രാജൻ, രാഹുൽ രമണൻ, S ദിവ്യ, M അനീഷ് കുമാർ, CS വിനോദ് എന്നിവരെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് F കാസ്റ്റിലസ് ജൂനിയർ, ഗ്രന്ഥശാലയുടെ മുൻ ഭാരവാഹികളായ S ഫാസി, G ലളിതമ്മ, V നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തേർഡ് ഐ ക്രിയേഷന്റെ ബാനറിൽ വിജേഷ് P വിജയൻ സംവിധാനം ചെയ്ത സിനിമ ത്രികോണം ഞായറാഴ്ച അഞ്ചലിൽ പ്രദർശിപ്പിക്കും. പുനലൂർ കേന്ദ്രീകരിച്ച് ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് രൂപം നൽകിയ തേർഡ് ഐ ക്രിയേഷന്റെ ബാനറിൽ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച വിജേഷ് P വിജയൻ സംവിധാനം ചെയ്ത 1 മണിക്കൂർ ദൈർഘ്യമുള്ള ചലച്ചിത്രം ത്രികോണത്തിന്റെ പ്രദർശനം ഓഗസ്റ്റ് 2 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അഞ്ചൽ വർഷ മൂവീസിൽ നടക്കുമെന്ന് അഞ്ചൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അണിയറ പ്രവർത്തകർ പറഞ്ഞു. മലയോര ഗ്രാമമായ അഞ്ചലിൻ്റെ അടുത്ത പ്രദേശമായ ചെണ്ണപ്പേട്ടയിൽ ജനിച്ച് അഞ്ചലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് വിജേഷ്. ഞാനും എൻ്റെ കുറേ സുഹൃത്തുക്കളും ചേർന്ന് ഞങ്ങളൊരു ചെറിയൊരു സിനിമയ്ക്ക് രൂപം കൊടുത്തു. അതാണ് ത്രികോണം. ആദ്യമായിട്ട് ഞങ്ങൾ ചെറിയൊരു സിനിമയല്ല ചെറിയൊരു ടെലിഫിലിം എന്നുള്ള നിലയിലായിരുന്നു. 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ടെലിഫിലിം എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു അത് ആരംഭിച്ചത്. അവസാനം ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും നമ്മുടെ ഏറ്റവും അടുത്ത് പട്ടണമായ പുനലൂരിലെ എൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് അതൊരു
1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാക്കാൻ സാധിച്ചു. ഞങ്ങളങ്ങനെ 2-3 സ്ഥലങ്ങൾ ഇതിൻ്റെ പ്രദർശനം കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അഞ്ചൽ വർഷയിൽ വെച്ചിട്ട് ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കണമെന്നുള്ളത്. നാളെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ സിനിമ എന്നുള്ള പ്രത്യേകത നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള മലയാളത്തിലെ ആദ്യത്തെ സിനിമ. അതുമാത്രമല്ല ഇതിൻ്റെ ശബ്ദമിശ്രണം ചെയ്തിരിക്കുന്നത് 5.1 ശബ്ദ സാങ്കേതിക വിദ്യ. അതും 1 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയ്ക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ബഹുമതിയാണ്. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാം പുതുമുഖങ്ങളാണ്. ഇതിൽ പ്രവർത്തിച്ചിട്ട് അണിയറ പ്രവർത്തകർ ആരും 2-3 പേര് ഒഴിച്ച പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഞങ്ങളോട് സഹകരിച്ചവരൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉള്ളതിനകത്ത് പ്രവർത്തകർ മൊത്തം പുതുമുഖങ്ങളാണ്. ആരുടെയും അസിസ്റ്റൻറ്റോ അസോസിയേറ്റോ ആയിട്ട് പ്രവർത്തിക്കാതെ സിനിമ കണ്ട് സിനിമയോട് ഒരാഗ്രഹം തോന്നി അങ്ങനെ ചെയ്ത ഒരു സിനിമയാണ് ഈ ത്രികോണം എന്ന് പറയുന്നത്. ആദ്യമായിട്ടായിരുന്നു ഞാൻ അഭിനയ രംഗത്ത് വരുന്നത്. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരാഗ്രഹം പണ്ട് മുതലേ ഉള്ളതായിരുന്നു. അതിനുശേഷം അതൊരു സ്വപ്നമായിരുന്നു. ഇതിനു വേണ്ടി കുറേ നാൾ കൊണ്ട് ഞാൻ സിനിമയുടെ ഒരു അഭിനയിക്കുക എന്നുള്ള ഒരു മോഹം ഉള്ളപ്പോൾ മുതൽ തന്നെ ഞാനിതിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാനത് യാദൃശ്ചികമായിട്ട് ഉപേക്ഷിക്കുകയും ഒരു BSS എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സെൻറ്റർ സ്ഥാപനം നടത്തുകയും ചെയ്യുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സമയത്ത് വിജേഷ് എൻ്റെ ഒരു സുഹൃത്താണ് വിജേഷ് എന്നോട് വന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൽ അഭിനയിക്കണം, സാറിന് അതിൽ അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പോൾ ആ താല്പര്യം വീണ്ടും കൂടുകയും അങ്ങനെ ഈ സിനിമയിലേക്ക് അഭിനയിക്കുകയാണ് ചെയ്തത്. ആ അഭിനയത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. അത് കാണുന്നവരാണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടത്. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ഈ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ കൂട്ടായ്മ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് ആ കൂട്ടായ്മ നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ചിത്രം ഇറക്കാൻ പറ്റും എന്ന് നമുക്ക് ബോധ്യമായി. കാരണം ആരും സാമ്പത്തികമായി വളരെ ഉയർന്ന ആൾക്കാരല്ല ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല വ്യക്തികളും പല മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നവരാണ്. അതുപോലെ എല്ലാവരും പുതിയ ആൾക്കാരാണ്, ഇതിൽ പ്രവർത്തിച്ചിട്ടില്ല, പരിചയസമ്പന്നരുമല്ല. അങ്ങനെ ഇരിക്കുന്ന കുറേ കൂട്ടുകാർ ചേർന്ന് ഒരുക്കി എടുത്തിട്ടുള്ള ഒരു ചിത്രമാണിത്. വെള്ളിയാഴ്ച അഞ്ചൽ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ വിജേഷ് P. വിജയൻ, DOP രമേശ് R. മൂർത്തി, അസോസിയേറ്റ് ഡയറക്ടർ അംലാദ് ജലീൽ, B. വിവേകാനന്ദൻ, വിനയൻ P. വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ ലാഭത്തിൽ വൻ വർധനവ്. 56% ലാഭ വളർച്ച. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനികളായ മാരുതി സുസുക്കി നടപ്പു വർഷത്തെ ഏപ്രിൽ-ജൂൺ പാദത്തിലെ ലാഭത്തിൽ 56% വർധന രേഖപ്പെടുത്തി. 762 കോടി രൂപയിൽ നിന്ന് 1192 കോടി രൂപയിലേക്കാണ് മാരുതിയുടെ ലാഭം കുതിച്ചു പാഞ്ഞത്. മൊത്തം വിൽപ്പന 11,073 കോടി രൂപയിൽ നിന്ന് 18% വർധനയോടെ 13,078 കോടി രൂപയിലെത്തി. വിറ്റഴിഞ്ഞ മൊത്തം കാറുകളുടെ എണ്ണത്തിൽ വർധന 14%. 2.99 ലക്ഷം യൂണിറ്റുകളിൽ നിന്ന് 3.41 ലക്ഷത്തിലേക്കാണ് കാറുകളുടെ വിൽപ്പന ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരക്കേറിയ അഞ്ചൽ പുനലൂർ പാതയിൽ ആവശ്യത്തിന് സൂചനാ ബോർഡുകളില്ല. അപകടകരമായ നിരവധി വളവുകളുള്ള പാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള പ്രവാസി ഫെഡറേഷൻ സമര സന്ദേശ വാഹന പ്രചാരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ സുപ്രധാന യോഗം വിളിച്ചു ചേർത്തു. അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല വീണ്ടും വായനയുടെ ലോകത്തേക്ക്. നടപടി ADV ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന്. തേർഡ് ഐ ക്രിയേഷന്റെ ബാനറിൽ വിജേഷ് P. വിജയൻ സംവിധാനം ചെയ്ത സിനിമ ത്രികോണം ഞായറാഴ്ച അഞ്ചലിൽ പ്രദർശിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.